യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ. നിന്റെ ഒരു വാക്കുമതി എനിക്ക് എൻ്റെ അവസ്ഥകൾ മാറിടുവാൻ. എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ. നിന്റെ ഒരു വാക്കുമതി എനിക്ക് യേശുവേ, ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പറയാണ്: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തും. ആത്മീയരായ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങൾ. നമ്മൾ ആത്മാവിനെ അനുസരിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിലുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. കാര്യം നമ്മുടെ ഫലങ്ങളല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്, ആത്മാവിൻ്റെ ഫലങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുകയാണ്: നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. അതിവിടെ പറയുന്ന ഒരു സൗമ്യതയുടെ ആത്മാവിനാൽ എന്ന് പറയുന്നത് മറ്റൊരാളുടെ മുമ്പിൽ കുറ്റം പറയല്ല. കുറ്റം ചെയ്ത അവനോടുള്ള നമ്മുടെ മനോഭാവം, നമ്മോട് കുറ്റം ചെയ്ത ഒരാളോട് നമുക്കുണ്ടാകേണ്ട മനോഭാവം, നമ്മുടെ സഹോദരനായ ആൾ നമ്മോട് ഇനി പിഴച്ചാൽ നമ്മൾ ചെന്നിട്ട് നാമും അവനും മാത്രമുള്ളപ്പം അവനോട് കുറ്റം ബോധം വരുത്തണം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുമ്പിൽ ആളെ ഇത് ചെയ്യരുത്. എന്നിട്ട് അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. അപ്പം ആളെ നേടണമെങ്കിൽ അത് തന്നെ ഇവിടെ പറയുന്നത്, സൗമ്യതയുടെ ആത്മാവിൽ നിങ്ങൾ അവനെ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തണം. സഹോദരൻ തെറ്റിപ്പോയെങ്കിൽ, ഒരു തെറ്റിൽ അകപ്പെട്ടു പോയാൽ നമ്മൾ അവരെ അങ്ങനെ വേണം. ദൈവമക്കൾ ആത്മീയരായി ആത്മാവ് ഗൈഡ് ചെയ്യുന്നവർ അവരെ കുറ്റം പറഞ്ഞവരെ മാറ്റി നിർത്തുകയല്ല. തെറ്റ് ചെയ്ത ആളെ, അവൻ തെറ്റുപറ്റി, അവനെ ആരുമില്ലാത്തപ്പോൾ ചെന്ന് അവൻ്റെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി അവനെ യഥാസ്ഥാനപ്പെടുത്തണം, അവനെ നേടണം. നഷ്ടപ്പെട്ടു പോകാനായിട്ട് അനുവദിക്കരുത്. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, അതിന് 5-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനം പറയുകയാണ്: സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്തു എന്നും അറിഞ്ഞുകൊള്ളട്ടെ. നമ്മളിപ്പോൾ ഒരു സഹോദരനെ നേടുമ്പോൾ തെറ്റ് ചെയ്ത് സത്യം വിട്ട് തെറ്റ് ചെയ്ത് പോയെങ്കിൽ ആ പാപി എന്ത് ചെയ്യുക? നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ എന്ത് ചെയ്യുക? മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും
പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊള്ളട്ടെ. അതുതന്നെയാണ് ഇവിടെ പറയുന്ന സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ആത്മീകരായ നമ്മൾ എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ സൗമ്യതയുടെ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് വഴക്ക് പറയുകയോ കുറ്റം പറയുക, വഴക്ക് പറയാനല്ല, സൗമ്യതയുടെ ആത്മാവിൽ. എപ്പോഴും ദൈവമക്കൾക്കുണ്ടാകേണ്ട ഒരു പ്രത്യേകത കേൾക്കാൻ വേഗതയും പറവാൻ താമസവും. പലപ്പോഴും പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ പറയാൻ നമുക്ക് വേഗത വരും, കേൾക്കാനാണ് താമസം. ഒരാളെ കേൾക്കണം, കേട്ട് സൗമ്യതയോടുകൂടെ, സൗമ്യതയുടെ ആത്മാവ്, ഇത് പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സൗമ്യതയുടെ ആത്മാവിൽ അവരെ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തണം. ആ സ്ഥാനത്ത് കർത്താവ് അവരെ നിർത്തിയ സ്ഥാനത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് പറയാണ്, ഇത് ചെയ്യുന്ന ആളോടുള്ള ഒരു നിർദ്ദേശമാണ്, നീയും എന്ത് ചെയ്യരുത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. ഇദ്ദേഹത്തിന് വന്നുപോയ പാപത്തിൽ വീണ് കുഴപ്പത്തിലായിപ്പോയ ആ സാഹചര്യം, ആ പരീക്ഷ നിങ്ങൾക്കും വരാം. പക്ഷെ അതിൽ വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം. നമ്മളെയാണ്, പരിശുദ്ധാത്മാവാണ് എന്നെയും നിങ്ങളെയും സകല സത്യത്തിലും വഴി നടത്തി. എന്നിട്ട് പറയാം, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണ പ്രകാരം ഒരാളെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുന്നതല്ല, പിന്നെ ആളെ സൗമ്യതയുടെ ആത്മാവിൽ തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വേണം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുക. എന്നിട്ട് താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്നൊരാൾ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. അവരോരെന്ത് ചെയ്യണം? അവരവരുടെ പ്രവൃത്തിയെ ശോധന, മറ്റുള്ളവൻ്റെ എന്ന് വെച്ചാൽ യേശു പറഞ്ഞ പോലെ നമ്മൾ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കി നടക്കാതെ സ്വന്തം കണ്ണിൽ കോലിരിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോലെടുത്തം കളഞ്ഞാൽ സഹോദരൻ്റെ കണ്ണിൽ കണ്ണ് ശരിയായി കരടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് തന്നെയാണ് പറയുന്നത്, ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി അവരോരെ തന്നെ എന്ത് ചെയ്യണം? ശോധന ചെയ്തിട്ടെ. എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തിന് കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുന്നുവല്ലോ. എന്നിട്ട് പറയാണ്, വചനം പഠിപ്പിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുന്നതിൽ മടുത്തുപോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ അപ്പോസ്തലൻ പറയാണ്, സഹവിശ്വാസികൾക്കും നന്മ വേണം ചെയ്യാൻ. ഇതാ പ്രായോഗികമായ പ്രബോധനങ്ങളാണ്, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ കാര്യങ്ങളാണ്. ഇത് ഗലാത്യ സഭയോട് അപ്പോസ്തലൻ പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ഈ വചനം തന്നെ ഇടപെടുകയാണ്. മനുഷ്യൻ വല്ല തെറ്റിൽ അകപ്പെട്ടു പോയാൽ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നമ്മൾ അവരെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്താതെ, ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ അവരെ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തണം. വീണ്ടും പാപത്തിൽ നിന്ന് മാറ്റി, ആ കുഴപ്പത്തിൽ നിന്ന് മാറ്റി അവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരണം. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗമ്യതയുടെ ആത്മാവിൽ ഓരോരുത്തരെ യഥാസ്ഥാനപ്പെടുത്തക്കണം. പരിശുദ്ധാത്മാവെ, സൗമ്യതയുടെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. മറ്റുള്ളവരെ, തെറ്റുള്ളവരെ അവരുടെ തെറ്റ് കണ്ടുപിടിച്ച് മാറ്റി നിർത്താനല്ല കർത്താവെ, ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിയന്ത്രിതരായി അവരെ നല്ല വഴിയിൽ, സൗമ്യതയുടെ ആത്മാവിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഉള്ള ശക്തി ഞങ്ങൾക്ക് തരണം. അപ്പോൾ തന്നെ ഞങ്ങളും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു.
സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ ആമേൻ. യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിയിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്കുമതി.